ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞത് 1300 വർഷമായി കടലിൻ്റെ മർദ്ദനങ്ങളെ നേരിട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രം പല്ലവരുടെയും ഡ്രാവിഡൻസിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഉദാഹരണം എന്നാണ്. കടലിങ്ങനെ തിരമാലകളിൽ അരികിലൂടെ ഇടിക്കുന്ന രീതി, കല്ലിൽ കൊത്തിയ ദേവരൂപങ്ങൾ, ഒന്നും കാണുന്നവന് വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുന്ന അമ്മാതിരി ഒരു സാധനമാണ് ഈ പണിത് വെച്ചേക്കുന്നത്. ഒരു സാഹിത്യ രീതി പറഞ്ഞാൽ കടലിൻ്റെ ശബ്ദത്തിൽ എഴുതപ്പെട്ട ഒരു കഥ. 1300 വർഷത്തിലേറെ തിരമാലകളെ നേരിട്ട് നിൽക്കുന്ന അത്ഭുതം, അതാണ് മഹാബലിപുരത്തിൻ്റെ ഷോർട്ട് ടെമ്പിൾ. ഷോർട്ട് ടെമ്പിളിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ദ്രാവിഡിയൻ ആർക്കിടെക്ചറിലാണ്. 2 ശിവാലയങ്ങളും ഒരു വിഷ്ണുക്ഷേത്രവും ഒരേ സമുച്ചയത്തിൽ ചേർന്നിരിക്കുന്ന അപൂർവ ശൈലിയാണ്. ഉയരത്തിൽ കല്ലിൽ കൊത്തിയ ഗോപുരവും താഴെ കടലിലേക്ക് നോക്കി നിൽക്കുന്ന നടരാജ ശിവൻ ശിലയും എല്ലാം കാലത്തെ അതിജീവിച്ച കലകളാണ്. ഈ കാണുന്ന കടൽ തന്നെയാണ് ഷോർട്ട് ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ സംരക്ഷകനും. നൂറ്റാണ്ടുകളായി തിരകളാണ് ഈ ക്ഷേത്രത്തെ ഇടിക്കുകയും തേക്കുകയും മറയ്ക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്ഥലം അലയടിക്കുന്ന കടലിനും അവകാശത്തോടെ നിൽക്കുന്ന ചരിത്രത്തിനും ഇടയിൽ ഒരു അത്ഭുത സംഭവമാണ്. ഷോർട്ട് ടെമ്പിളിൽ യഥാർത്ഥ സൗന്ദര്യം കാണണമെങ്കിൽ രാവിലെ തന്നെ വരണം. സൂര്യൻ കടലിൽ നിന്ന് ഉയരുന്ന ആദ്യത്തെ പൊൻപ്രകാശം ക്ഷേത്രത്തിൻ്റെ കല്ലുകളിൽ വീഴുമ്പോൾ ആ കാഴ്ച അനുഭവം തന്നെയാണ്. കണ്ണുകൊണ്ട് മാത്രം കാണേണ്ട ഒരു സ്നേഹപ്രകാശം.